പരമദിവ്യകാരുണ്യത്തിന് ഇന്നലെ നമ്മുടെ സിന്ധു നെൽസൺ, കൊല്ലത്തെ ഒരു പ്രേക്ഷിതയാണ് സിന്ധു നെൽസൺ. സിന്ധു നെൽസൻ്റെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സാക്ഷ്യത്തിൽ അവർ പറയണത് അവർ ഉടമ്പടി പുതുക്കണത് എന്തിനാണെന്നറിയാവോ? ഞങ്ങൾ ഉടമ്പടി പുതുക്കുമ്പോൾ നിയോഗങ്ങൾ വെക്കാറില്ലെന്ന്. ഭർത്താവും ഭാര്യയും ഉടമ്പടിക്കാരാ. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പ്രവർത്തിക്കണത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഉടമ്പടി വെക്കുമ്പോൾ നിയോഗങ്ങൾ വെക്കാറില്ലെന്ന്. അപ്പം ഞാൻ ആദ്യമായിട്ടും കേൾക്കണത് ഇത് കാര്യം. ഉടമ്പടി വെക്കുമ്പോൾ ആൾക്കാർക്ക് ഇല്ലാത്ത നിയോഗങ്ങളില്ലെങ്കിൽ കെട്ടിച്ചു വിട്ട മക്കളുടെ പേരക്കിടാങ്ങളുടെ നിയോഗം വരെ എടുത്ത് വെക്കണ പാർട്ടിയാണുള്ളത് ഇവിടെ. അത് വെച്ചാൽ വലിയമ്മമാർ നിയോഗം വെക്കുകയാണെങ്കിലേ ഒന്നും അവരുടെ വെക്കത്തില്ലല്ലോ, അവരുടെ വെക്കത്തില്ല. അവർ കെട്ടിച്ചു വിട്ട മക്കളൊക്കെ കാര്യങ്ങളൊക്കെയാണ് വെക്കണത്. നിയോഗം വെക്കാൻ വേണ്ടിയാണ് ഈ ഉടമ്പടി ആൾക്കാരെ പുതുക്കണത്. അപ്പോൾ ഇവിടെ ഒരാൾക്കാർ പറയണത് എന്താണെന്നറിയാവോ? ഈ സിന്ധു നെൽസൺ പറയണത് ഞങ്ങൾ ഉടമ്പടി പുതുക്കുമ്പോൾ നിയോഗം വെക്കാറില്ലെന്ന്. അപ്പം ഞാനിവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ നോക്കി ഇതെന്ത് പരിപാടി, പിന്നെ ഇവരെന്താ വെക്കണത് ഒക്കെ പറയണത്. ഞങ്ങൾ വെക്കണത് ഉടമ്പടി ആൾക്കാർ എടുക്കുന്നതിന് വേണ്ടിയാണ്. മറ്റുള്ളവർ ഉടമ്പടി ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഞങ്ങൾ നിയോഗമെന്ന്. അതാണ് വിഷയം. അപ്പോൾ വിഷയം മാറി, വയറ്റിപ്പിഴപ്പ് മാറി, കർത്താവിൻ്റെ കാര്യത്തിലേക്ക് മാറി ഉടമ്പടി. അതാണ് വിഷയം. അപ്പം നമ്മുടെ ഉടമ്പടി ചില ആൾക്കാർ പറയും 10 പുതുക്കുക എന്നൊക്കെ പറയുമ്പോഴും എപ്പോഴും ആ വയറ്റിപ്പിഴപ്പം തന്നെ കിടക്കിയിരിക്കും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് മനുഷ്യൻ്റെ വിഷയങ്ങൾ മാറിയിട്ട് ദൈവസ്നേഹം വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് പറയും, എടി അതൊക്കെ ഞാൻ ചെയ്തു തരുന്നുണ്ടല്ലോ, നീ അതൊക്കെ വാരിക്കെട്ടി എഴുതേണ്ട വല്ല കാര്യമുണ്ടോ? നീ എൻ്റെ കാര്യങ്ങൾ എഴുതാൻ പറയും. കർത്താവ് പറയും നീ എൻ്റെ കാര്യങ്ങൾ ഉടമ്പടി എഴുതാൻ പറയും. അപ്പോഴവരെഴുതും. ആത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കാത്തവർ എടുക്കുന്നതിന് വേണ്ടി നിയോഗം വെച്ചിരിക്കുക ഭർത്താവും ഭാര്യയും. അപ്പോൾ വെറുതെ ചുമ്മാ സ്റ്റൈലിനെ കൊണ്ട് നിയോഗം വെച്ചിരിക്കുകയല്ല. രസമുണ്ട്. ഇവരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് നല്ല ജോലി തിരക്കുള്ള ആളാണ്. ഭാര്യയ്ക്ക് അസുഖം വന്നിട്ട് പോലും അവർക്ക് സംസാരം പോയി. അവരുടെ സംസാരം കിട്ടിയിട്ടില്ല അവർക്ക്. ഈ സംസാരം എന്താ പോയത്? ഇവരിങ്ങനെ കുറങ്ങി സംസാരിച്ചിട്ട് അതെന്താടി അങ്ങനെ പറ്റിയതെന്ന് പോലും ചോദിക്കാൻ വയ്യാത്ത സമയമില്ലാത്ത ആളാണ്. അല്ല വെറുതെ വീട്ടിൽ കുത്തിരിക്കണമല്ല, അയാളുടെ ജോലി ആ ടൈപ്പാണ്. ഒരു ദിവസം ഇവളുടെ സംസാരം മൊത്തം പോയപ്പോൾ ഇവളിങ്ങനെ ആംഗ്യം കാണിച്ച് ആശുപത്രി പോകണമെന്ന്. അപ്പോൾ അയാൾ പറയണേ, ഞാനോർത്ത പോലെ തൈറോയിഡ് വരുന്നില്ല നിനക്ക്, ഇപ്പം എൻ്റെ കൈയൊന്നും ഒഴിഞ്ഞിട്ട് നിന്നെ ആശുപത്രി കൊണ്ടുപോകാനിരിക്കുകയായിരുന്നെന്ന്. അപ്പം ഇയാളുടെ മനസ്സിലുണ്ട് എന്തോ ഒരു കുഴപ്പമുണ്ട്, തൈറോയിഡ് ആയിരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ കേസെടുത്താൽ പിന്നെ അയാളുടെ ജോലിയെല്ലാം മുടങ്ങും. അതുകൊണ്ട് ആ ജോലി ഒരു പരുവത്തിലെത്തിയിട്ട് ഇവളെയും കൊണ്ട് ആശുപത്രിയിൽ പോകാം, തൈറോയിഡ് ഓപ്പറേറ്റ് ചെയ്യാമെന്നും പറഞ്ഞാണ് ഇയാൾ ഇരിക്കണത്. പക്ഷേ ഇപ്പോൾ ശബ്ദം മൊത്തം പോയി ആളിന്. അപ്പോഴുടനെ നിവർത്തിയില്ലാതെ ഇയാൾ ആശുപത്രി കൊണ്ടുപോകും. വൈഫിനെ ആശുപത്രി കൊണ്ടുപോയി അത് സ്കാൻ ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ട് എന്തോ തടിപ്പ് വളരുകയാണ്, തൊണ്ടയിൽ തടിപ്പ് വളരുകയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ഓപ്പറേറ്റ് ചെയ്യാനും സ്വരം പോകും, ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിലും സ്വരം പോകും. ചില സമയത്ത് ഓപ്പറേറ്റ് ചെയ്താൽ സ്വരം തിരിച്ച് കിട്ടും. അപ്പോൾ സംഗതി നമ്മുടെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയായി. അപ്പോൾ ഈ ഇത് സത്യസന്ധമായ പ്രേക്ഷിത വേല ചെയ്യുന്ന ഒരാളുടെ അനുഭവങ്ങളാണ്. നമ്മൾ പലരും ഉടമ്പടി എടുക്കുന്ന കാര്യം നമുക്ക് തട്ടുകിടന്ന് ഉണ്ടാകല്ലേ, എങ്ങനെയെങ്കിലും മര്യാദക്ക് സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റണേ, ഉള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് അതിനെ നമ്മൾ സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. എല്ലാവരും അല്ല, പലരും അങ്ങനെ ചെയ്യണം. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഉടമ്പടി എടുക്കുന്നുണ്ട്, പക്ഷേ പുതിയ അസുഖങ്ങൾ ഈ പാർട്ടിക്ക് വരികയെ. അപ്പോൾ ഇവള് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവള് പറയാം ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട. കാര്യം ഇവർക്ക് ഈ അമ്മയിൽ വല്ലാത്ത വിശ്വാസമാണ്. ഉടമ്പടി ചെയ്ത് ജീവിച്ചേ
അവർ വേറെ ഒരു ലെവലിലാണ്. അവർ പറഞ്ഞ അമ്മ സുഖപ്പെടുത്തും, അമ്മ സുഖപ്പെടുത്തട്ട. അല്ല, ഞാൻ സ്വരമില്ലാതെയാണ് പോകണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, ഞാൻ സ്വരമില്ലാതെ വർക്ക് ചെയ്യും. സ്വരമില്ലാതെ വർക്ക് ചെയ്യുമെന്നാണ് പറയണതേ. അതാണ് അവരുടെ മനസ്സിലിരിക്കണത്. എന്താണ് അപ്പോഴും പ്രേക്ഷിത പ്രവർത്തനമാണ്. സ്വരമില്ലാതെ വർക്ക് ചെയ്യണമെന്നാണ് അമ്മ ആഗ്രഹിക്കണമെങ്കിൽ ഞാൻ സ്വരമില്ലാതെ വർക്ക് ചെയ്യും. അപ്പോൾ ഓരോ മനുഷ്യരുടെ ഒരു നിലവാര മാറ്റങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത നിലവാര മാറ്റമാണ്. അവരതുകൊണ്ട് ദൈവമായിട്ട് ഫൈറ്റ് ചെയ്യാനോ നിരാശപ്പെടാനോ സങ്കടപ്പെടാനോ ഞാൻ ഇത്രയും പ്രേക്ഷിത വേല ചെയ്തിട്ടും എൻ്റെ സ്വരം പോയല്ലോ. കാര്യം അവൾ സ്വരത്തിൽ പ്രാർത്ഥിക്കുന്ന ആളാണ്, സ്വരത്തിൽ പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പോൾ അവരുടെ മനസ്സിലുള്ളതെല്ലാം അവൾ പറഞ്ഞ് ഞാൻ ആരാധനയ്ക്ക് പോകുമ്പോൾ മാത്രമേ മൗനമായിട്ടിരിക്കത്തുള്ളൂ, അല്ലാത്തപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സ്വരത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എനിക്ക് സ്വരത്തിൽ പ്രാർത്ഥിക്കാത്ത കാരണം ഇപ്പോൾ ഭയങ്കര സങ്കടമാണ്. അത് അമ്മയ്ക്ക് അറിയാമല്ലോ. അപ്പോൾ എന്നാലും ആ വിഷയത്തെക്കുറിച്ച് ആ വിഷയം അവരെ ആശങ്കപ്പെടുത്തണില്ല, ആ വിഷയം അവരെ ആശങ്കപ്പെടുത്തണില്ല. അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ ലേഡിയെ അവിടെ വിഷയം ആശങ്കപ്പെടുത്താത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആധ്യാത്മികമായിട്ട് പറയാനുള്ളത് ആ ആശങ്കയുടെ സ്ഥലത്ത് ഇവർക്ക് അനോയിൻ്റെയും കിട്ടിയിട്ടുണ്ട്. അതാണ് വിഷയം. ആശങ്കപ്പെടുത്തുന്നതിൻ്റെ ഇടയ്ക്ക് അവർക്ക് അനോയിൻ്റ് അവിടെ അഭിഷേകം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്വരമില്ലാത്തതിൻ്റെ ഡയറക്റ്റ് ആശങ്കകളെ അവരെ സ്പർശിക്കണില്ല. അതാണ് വിഷയം. ഇത് വേറെ ഒരു ലെവലാണ് ശരിക്കും. അത് ഇതിൻ്റെ വിഷയം എനിക്ക് എപ്പോഴും തോന്നി, എൻ്റെ മക്കളെ, ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്നറിയാമോ? ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ആയിരക്കണക്കിന് മനുഷ്യർ ഉടമ്പടി ജീവിക്കണതാണ്. എനിക്ക് തോന്നിയിരിക്കുന്ന ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് നിങ്ങളെടുത്ത ഉടമ്പടിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെടുത്ത ഉടമ്പടിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടരുത്. ആരാ? മനുഷ്യനും ഉന്നയിക്കരുത്, ദൈവവും ഉന്നയിക്കരുത്. ഇതൊരു ഭയങ്കര റിസ്ക്കാണത്. നമ്മളെടുത്ത ഉടമ്പടിക്കെതിരെ ഇന്നലെ ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായി. ഇന്നലെ മെനിയെന്ന്. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ച്. കാര്യം അവരുടെ ഉടമ്പടിക്കെതിരെ ഇപ്പം ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്ന കാരണമാണ് ഇവർക്ക് സാക്ഷ്യങ്ങൾ കുറഞ്ഞു പോണത്. ആക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തെങ്കിലും നിങ്ങൾ അയൽവാസിയോട് മിണ്ടണില്ല, അപ്പോൾ അതിന് ആക്ഷേപമായില്ലേ? നിങ്ങൾ ഉടമ്പടി എടുത്തു, ഉടമ്പടിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ ഉപ്പൊക്കെ വാരി തിന്നുന്നുണ്ട്, എണ്ണയൊക്കെ അവിടെ ഇവിടെയൊക്കെ തേക്കറുണ്ട് എന്നല്ലാതെ ഈ കലാപരിപാടി അല്ലാതെ മാന്യം മര്യാദയൊക്കെ ദൈവത്തിൻ്റെ പൈതലായിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യണില്ല. പക്ഷേ ഉടമ്പടി ആൾ പഴയത് തന്നെയാണ്. ആ ഉടമ്പടി എടുത്ത ആൾ പഴയത് തന്നെയാണ്. ആ ആളിന് ദൈവവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പോൾ ദൈവം ആക്ഷേപം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് അവിടെ. അത് വളരെ ശ്രദ്ധിക്കണം. എൻ്റെ പേര് ഫിക്സി ആൻ്റണി. ഞാൻ എറണാകുളം കലൂരിൽ നിന്ന് വരുന്നു. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ഭൂമിയിൽ, ഈ അമ്മയുടെ സാന്നിധ്യമുള്ള ഈ അൽത്താരയിൽ ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇത് എൻ്റെ മൂത്ത മകൾ അന്ന, ഇത് എൻ്റെ രണ്ടാമത്തെ മകൾ സാറ. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു സാക്ഷ്യം ഇവിടെ രേഖപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് 3 പേരും ഈ അൾത്താരയിൽ വന്നിരിക്കുന്നത്. ഏകദേശം 2023 ഒക്ടോബർ 6-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാനുള്ള വലിയൊരു അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് നൽകുകയുണ്ടായി. അതിനുശേഷം വീണ്ടും സാക്ഷ്യം പറയാനുള്ളൊരു സാഹചര്യമുണ്ടായി. എങ്കിലും മോളെ കൊണ്ടുവന്ന് മോള് തന്നെ ലോകത്തോട് പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ പറ്റിയില്ല. സാക്ഷ്യം പറയാൻ വൈകിയതിന് അമ്മ മാതാവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആദ്യമേ തന്നെ 2015 ഞങ്ങളുടെ വീടിൻ്റെ പ്രോപ്പർട്ടി വെച്ച് ഞങ്ങൾ ലക്ഷങ്ങൾ ലോൺ എടുക്കുകയുണ്ടായി. എൻ്റെ ഹസ്ബൻഡ് അന്ന് വിദേശത്ത് നല്ല നിലയിൽ ജോലി ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു. ജോലി സംബന്ധമായ പ്രശ്നങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് ജോലി അവിടുത്തെ പോകണ ഒരു സാഹചര്യമുണ്ടായി. ഹസ്ബൻഡ് നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തു.
ഉടനെ തന്നെ വെള്ളപ്പൊക്കം, കൊറോണ, അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് നമുക്കിവിടെ നാട്ടിൽ വന്നിട്ടും സെറ്റിൽ ചെയ്യാൻ പറ്റാത്ത വലിയൊരു സാഹചര്യത്തിലൂടെ, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളിലൂടെ ഞങ്ങളുടെ കുടുംബം കടന്നു പോവുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നോ എന്താ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ഞങ്ങൾക്ക് അറിയാൻ പറ്റാണ്ട് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത്, അന്നൊന്നും ഞാൻ ഉടമ്പടിയെക്കുറിച്ച് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായില്ല. കാരണം എനിക്കതിനോട് വലിയ വിശ്വാസക്കുറവും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനതെടുത്തില്ല. സത്യം പറഞ്ഞ അതാണ്. പ്രാർത്ഥനകളുണ്ട് ജീവിതത്തിൽ, എങ്കിലും ശാശ്വതമായൊരു ഉത്തരമോ എൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമോ കാണാൻ എൻ്റെ പ്രാർത്ഥനകൾക്കോ ഞാൻ വിളിച്ച ദൈവത്തിൻ്റെ ഇതല്ല, എൻ്റെ പോരായ്മകൾ കൊണ്ട് എനിക്കത് സാധിച്ചു കിട്ടിയില്ല. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എൻ്റെ 6 നിയോഗങ്ങൾ എഴുതേണ്ടടുത്ത് എനിക്കന്നൊരു 60 നിയോഗങ്ങൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നു. എങ്കിലും ഞാൻ 6 നിയോഗങ്ങൾ എഴുതുകയും അതിലൊരെണ്ണം എൻ്റെ ലക്ഷങ്ങൾ വരുന്ന കടബാധ്യത ഞാൻ മുടക്കം വന്നത് മാത്രമാണ് മാതാവിനോട് ഞാൻ അടച്ചു തരാൻ പറഞ്ഞ. ഒരിക്കലും പൂർണ്ണമായും എനിക്കതിൽ നിന്ന് മുക്തി തന്നോന്ന അല്ലെങ്കിൽ എന്നെ ഫ്രീ ആക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. കാരണം അമ്മ മാതാവ് എനിക്കത് ഈശോകുമാരിൽ നേടിത്തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിൽ കൂടി പൂർണ്ണമായിട്ടും എനിക്ക് മാതാവിനോടാണെങ്കിൽ ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ 10 ലക്ഷം ഇൻട്രസ്റ്റ് മാത്രമുണ്ട്, നീ എനിക്കത് പൂർത്തിയാക്കി തന്നാൽ മതി. ബാക്കി ഞങ്ങൾ പിന്നീട് ലോൺ എനിക്ക് ഭംഗിയായിട്ട് അടച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഒരു സാഹചര്യമൊക്കെ വന്നു തുടങ്ങി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞത്, എനിക്ക് വലിയ തുകയെന്ന് എനിക്കൊരു മോചനം തന്നെ എന്നാണ് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചത്. എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഗോൾഡ് കൊണ്ടുവച്ച്, ഗോൾഡാണ് ആദ്യം കൊണ്ടുവച്ച്, അത് വെച്ച് അടച്ച് പതിയെ 10 ലക്ഷം രൂപ എങ്ങനെ ഞാൻ അടച്ചെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ ലോൺ ഞങ്ങൾ ബാങ്കുകാരോട് പറഞ്ഞ കൃത്യം ആ ഡേറ്റിനുള്ളിൽ എനിക്കത് പൂർണ്ണമായും അടക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കോ അറിയില്ലായിരുന്നു. കാരണം നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നി മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ തന്നെ ഫാമിലിയിൽ അത് ഒതുക്കി കൊണ്ടുവന്നെങ്കിലും എങ്ങനെ അത് മുന്നോട്ട് പോകുമെന്ന് നമ്മൾക്ക് മുന്നിൽ ഒരു വഴിയുമില്ല. ആ സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അമ്മ മാതാവും ഈശോയും കൂടി എനിക്കത് നല്ല ഭംഗിയായിട്ട് എനിക്ക് ചെയ്തു തന്ന്, പിന്നെ നമ്മളത് കറക്റ്റായിട്ട് അവർ പറഞ്ഞ തുകയിലും കൂടുതലായിട്ട് അടച്ചു പോന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീസിന് കൊടുത്ത ആ വ്യക്തികൾ പറഞ്ഞ് നമുക്കിത് ഞങ്ങൾ മാറണേണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ബാങ്ക് അങ്ങോട്ട് ക്ലിയർ ചെയ്ത് വരണേ ഉള്ളൂ. അപ്പോഴാണ് അടുത്ത പ്രശ്നങ്ങൾ വന്നത്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ്, ജോയി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ലീസിന് വേണ്ട, നമുക്ക് എങ്ങനെയും വാടക കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഇതങ്ങനെ സാധിക്കും, കാരണം വലിയ ഒരു 10 ലക്ഷം രൂപ അടച്ചിട്ട് കുറച്ചായിട്ടുള്ള ബാങ്ക് വലിയൊരു തുക നമ്മൾ മാസം അടച്ചുകൊണ്ടിരിക്കണം, നീ എന്ത് വിഡിത്തോന്ന് പറയണം, എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചു. എനിക്ക് എൻ്റെ മാതാവാണ് എന്നോട് ഉള്ളിലിരുന്ന് പറഞ്ഞ്, അവരോടൊരു ഡിസംബർ എന്ന് പറയുന്ന മാസം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ജോയി പറഞ്ഞു എന്ന് പറഞ്ഞ്. ഹസ്ബൻഡ് അത് എന്നോട് ചോദിച്ചു, വേണ, കാരണം അത് നടക്കാത്ത കാര്യമല്ലേ എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, ജോയി അങ്ങോട്ട് പറഞ്ഞോ ഡിസംബർ എന്ന് പറഞ്ഞു. ഡിസംബർ പുള്ളി ലീസിന് കൊടുത്തവരോട് പറഞ്ഞ് ഡിസംബറിൽ ഞങ്ങൾ എന്തായാലും ക്യാഷ് തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും എന്നീ കാര്യങ്ങൾ വരണം, ഒന്നില്ലെങ്കിൽ വിശുദ്ധ ബലിയിൽ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഇങ്ങനെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക, അതെല്ലാം കറക്റ്റായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ദിവസം പള്ളിയിലിരുന്നപ്പോഴാണ് എന്നോട് ഇങ്ങനെ പറയണത്, നീ ബാങ്കുകാരോട് വീണ്ടും പോയി ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, കാരണം നമ്മൾ ലോൺ അങ്ങോട്ട് കറക്റ്റ് ക്ലിയറായിട്ട് അങ്ങോട്ട് അടച്ചു വരണേ ഉള്ളൂ, പോസിബിളല്ല ഒരിക്കലും. ഞാൻ ആ മാനേജറുടെ അടുത്ത് എന്ത് ചെന്ന് പറയും, ഭയങ്കര നമുക്ക് നെഞ്ചിടിപ്പാ, എന്തോ ഭയങ്കര ഒരു ടെൻഷൻ ഈ ക്യാബിനിലോട്ട് കയറി ചെല്ലണ കാര്യമൊക്കെ ഓർത്തിട്ട്. അപ്പം ഞാൻ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നീ എന്ത് വഴിയാണ് കണ്ടേക്കണത്, നീ എന്നോട് ഡിസംബർ പറഞ്ഞ് എനിക്ക് മുന്നിലൊന്നുമില്ലെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വെക്കുന്നതന്നെ പറഞ്ഞ്, വാ ജോയി നമുക്ക് 2 പേർ കൂടി ബാങ്കിലെ മാനേജറെ പോയി കാണാമെന്ന് പറഞ്ഞു.
ഞാൻ നമ്മുടെ ഇവിടെ നിന്ന് വെഞ്ചരിച്ച ആ വിശുദ്ധ ഉപ്പ് കൈവശം ഒരു ടിഷ്യൂ പേപ്പറിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആയുധമായ കൊന്തയും അമ്മ മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഈ ബാങ്ക്. ഞാൻ സ്റ്റെപ്പ് കയറുമ്പോൾ തുടങ്ങി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനിങ്ങനെ ഉപ്പ് ഇട്ടിട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ വചനങ്ങൾ ഞാൻ ചൊല്ലുമായിരുന്നു. തോബിത്ത് 4:21, മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദ്യം വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ ജോലി എടുക്കുന്ന സമയത്തും ഒക്കെ ഈ വചനങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഏശയ്യ 45:2-3, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. പിന്നെ ഫിലിപ്പി 4:19, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമായതെല്ലാം തരും. ഈ വചനങ്ങൾ ഞാനിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു. അമ്മ മാതാവിൻ്റെ കൊന്ത ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കും. പള്ളിയിൽ പോയാൽ എനിക്ക് സത്യം പറഞ്ഞ പള്ളിയിൽ നിന്ന് പോരാൻ തോന്നില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ അങ്ങനെ ഇരിക്കും. അങ്ങനെ പള്ളിയിലിരുന്നപ്പോഴാണ് ബാങ്കിൽ പോയി നമ്മളോട് മാനേജറെ കാണാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു മാഡം ആയിരുന്നു. അപ്പോൾ എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇന്ന വിധം നമുക്ക് ആ ലോൺ നമ്മുടെ ഉള്ളതിൽ നിന്ന് കുറച്ച് ഇത്ര ലക്ഷം രൂപയും കൂടി നമുക്ക് കൂട്ടി തന്നോന്ന് പറഞ്ഞ് ഉടനെ ആ മേഡം ഞങ്ങളൊന്ന് നോക്കിയിട്ട് പറഞ്ഞ് പോസിബിൾ അല്ല ആൻ്റണി, കാരണം ഓൾറെഡി നിങ്ങളുടെ ഡ്യൂസ് ആയിരുന്നു. ആ ഡ്യൂസ് ക്ലിയർ ചെയ്ത് അങ്ങോട്ട് വന്നിട്ട് ഒരു 1 ഇയർ പോലും ആയിട്ടില്ല. ഏകദേശം ഒരു 6 മാസം 7 മാസമായിട്ടുള്ളൂ. ഇങ്ങനെ ആൻ്റണി ഇത് ചോദിക്കണം എന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ എന്നെ ഹസ്ബൻഡ് എന്നിങ്ങനെ നോക്കി, ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അത് നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞു. വേഗം തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നമ്മുടെ വെഞ്ചരിച്ച വിശുദ്ധ ഒരു ഫോൺ വന്ന് ഈ മാഡം അങ്ങോട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ ടേബിളിൽ നമ്മുടെ വിശുദ്ധമായ വെഞ്ചരിച്ച ഉപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നെ പറഞ്ഞ് 4 വശത്തും ക്യാമറയാണ്, നീ എന്തീ കാണിക്കണതെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, ഇല്ല ജോയി, അമ്മ മാതാവ് ഇന്നുമ്മക്കായിട്ടൊരു കാര്യം ചെയ്തു തരാനുണ്ടെങ്കിൽ അവിടെ ഒരു തടസ്സവും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ആ ക്യാമറയിൽ ഞാൻ ഈ ഇട്ട കാര്യം ഒരിക്കലും പതിയൂല. ജോയി എന്തിങ്ങനെ സംസാരിക്കണേന്ന് ചോദിച്ച് ഞാനവിടെ സൈലൻ്റായിരുന്നു. ഫോൺ ചെയ്ത് വന്ന ഉടനെ ആ മേഡം ഞങ്ങളോട് ചോദിക്കണേണ്, അപ്പോൾ ആൻ്റണി എത്രയാണ് ഇനി കൂടുതൽ വേണ്ടതെന്ന് ഹസ്ബൻഡിനോട് ചോദിച്ചു. ഞങ്ങൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. എന്നിട്ട് ഈ ഞങ്ങളുടെ ഫയലുകളൊക്കെ എടുത്തിട്ട് പറഞ്ഞ് നോക്കട്ടെ പ്ലേസ് വാല്യൂ എത്രയാണ് നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് വെച്ചിട്ടുള്ളതെന്ന് ഞങ്ങളൊന്ന് വെരിഫൈ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ്. എന്നിട്ട് അപ്പം അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷിച്ചു വന്നാണ്, മാഡം സംസാരിച്ച് അവിടെ കാര്യം നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പറഞ്ഞ് ഇല്ല, ബോർഡ് മെമ്പേഴ്സും കൂടി അംഗീകരിക്കണം. നോക്കട്ടെ, എന്നാൽ കഴിയണം, നിങ്ങൾക്ക് വേണ്ടി 100% നിങ്ങളെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്, അതുകൊണ്ട് ഞാൻ സംസാരിക്കും, പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങി ഒരു 2 ആഴ്ച കഴിഞ്ഞില്ല. വെക്കം തന്നെ പറഞ്ഞ് ഉടനെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇറങ്ങണതിന് മുമ്പ് അവർ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് ലോണിനുള്ള ഫോം വാങ്ങിച്ചുണ്ടോയിക്കോ, എന്നിട്ട് വീണ്ടും എഴുതിക്കോട്ടോ, പുതിയ ലോണാക്കി ഇനി കാണിക്കണമല്ലോ, അപ്പോൾ ചെയ്തോന്ന് പറഞ്ഞു. നമ്മളത് കൊടുത്ത് 2 ആഴ്ച ഒരു മാക്സിമം ഒരു 3 ആഴ്ചക്കുള്ളിൽ നമ്മുടെ കാര്യം ഓക്കെ. ലീസിന് കൊടുത്ത വ്യക്തികൾക്ക് ഞങ്ങൾക്ക് പൈസ കൊടുക്കാനും അത് റെൻ്റാക്കി മാറ്റുവാനും സാധിച്ചു. അങ്ങനെ വലിയ പിന്നെ അതേപോലെ തന്നെ ഈ 10 ലക്ഷത്തിന് വേണ്ടി വെച്ച ഗോൾഡിൽ കേൾക്കണം, നിങ്ങൾക്ക് വേണേൽ ഒരു തമാശയായിട്ട് തോന്നാം, പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു സംഭവമാണ്. അപ്പം ഞാനിങ്ങനെ പള്ളിയിലിരുന്നപ്പോൾ എനിക്കതിലൊരു മാല ഇടാൻ ഭയങ്കര ഒരു ആഗ്രഹം. അപ്പം മാതാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ സ്റ്റാച്ചുവിൻ്റെ എപ്പോഴും വിശുദ്ധ ബലിക്ക് പോയാൽ ഞാനും എൻ്റെ ഈ 2 മക്കളും ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിലും ഒരിക്കലും ബാക്കിൽ പോയി ഞങ്ങൾ നിൽക്കില്ല. അച്ഛൻ കഴിഞ്ഞാൽ ഞാനും എൻ്റെ മക്കളും ആയിരിക്കുള്ളൂ മുമ്പിൽ. അപ്പോൾ എനിക്ക് അവിടെ ഇരുന്നപ്പോൾ ഞാൻ പണയം വെച്ച ഒരു മാല ഇടാൻ ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോൾ ഞാനൊരു തമാശ രൂപേണ മാതാവിനോട് പറഞ്ഞ്, അമ്മ മാതാവേ, എനിക്ക് ആ മാല ഇടണമെന്ന് വലിയൊരു ആഗ്രഹമെന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞാണ്.
അപ്പോൾ ഹസ്ബൻഡ് പതിവില്ലാണ്ട് വന്നിട്ട് എന്നോട് പറയണേ, നിൻ്റെ ആ ഒരു മാലയില്ലേ, ഞാനത് പണയം വെച്ച് കൊടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ഇത്ര രൂപ വേണമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞ്, 60,000 രൂപയെന്ന് പറഞ്ഞ് അത് നമ്മളതങ്ങോട്ട് ആ രീതിയിൽ അങ്ങോട്ട് ഇതാക്കി. അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് ഹസ്ബൻഡിൻ്റെ കയ്യിൽ ജോലി സംബന്ധമായിട്ട് ഒരു 60,000 രൂപ വന്ന് ഉടനെ എന്നെ പുള്ളി പറഞ്ഞ്, ഞാൻ അന്ന് ഈ മാല പോയി എടുപ്പിക്കാമെന്ന് പറഞ്ഞ് പണയം വെച്ച് കൊടുത്തേന്ന് മാല എടുപ്പിക്കാൻ നോക്കിയപ്പോൾ പറഞ്ഞ്, അയ്യോ അത് ആൻ്റണി തെറ്റിപ്പോയി, 1,20,000 രൂപ വേണമെന്ന് പറഞ്ഞ്. ഞാൻ ഉടനെ തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ്, ജോയി വേണ്ട, ഞാനിട്ട് മാതാവിൻ്റെ അടുത്ത് പിറ്റേ ദിവസം പള്ളിയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞേ, കുഴപ്പമില്ലമ്മ, ഞാനതങ്ങനെ ആഗ്രഹിച്ചു പോയി, ഞാനത് പ്രതീക്ഷിച്ച്, ഹസ്ബൻഡും അത് ഇതായി, ഇപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഉള്ളിലിരുന്ന് പറയാനാണ്, നിൻ്റെ വീട്ടിലിരിക്കണ ആ ഒരു പ്രോപ്പർട്ടി നീ ആ ഒരു ഗോൾഡ് കൊണ്ടേ വെക്ക്, അപ്പം നിനക്കത് എടുപ്പിക്കാമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഭർത്താവിനാ ഞങ്ങളുടെ ചിന്തയിൽ പോലും വരാത്ത വലിയൊരു ഫണ്ണിയാണ് എങ്കിൽ കൂടി നല്ല കറക്റ്റ് ആ കൃത്യസമയത്ത് എനിക്ക് ആ മാല എടുപ്പിക്കാൻ സാധിച്ചു. അതൊക്കെ ശരിക്കുമില്ലേ വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവമാതാവിനോടൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് അമ്മ മാതാവ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതിൻ്റെ ഒരു സാക്ഷ്യമായിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഈ കൊച്ചു മാലയുടെ ഈ കാര്യം പറഞ്ഞത്. അതേപോലെ തന്നെയാണ് വ്യക്തി ജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും മക്കൾക്കാണെങ്കിലും ദൈവത്തിനെയും മാതാവിനെയും കൊടുത്ത് വളർത്താനുള്ളൊരു കൃപ എനിക്ക് കിട്ടി. എൻ്റെ ജീവിതത്തിൽ മക്കൾ ഏത് ഉന്നതിയിലെത്തിയാലും അവരെവിടെ എത്തിയാലും എനിക്കതിലൊരു സന്തോഷം ഒരിക്കലും തോന്നിയിട്ടില്ല. കൂടുതൽ ഞാനിവരെ കൂടി വഴക്കിടേണ്ടത് പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞാണ്. എന്നും പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എൻ്റെ മക്കൾ എന്നോട് പറയും, അമ്മ അതൊക്കെ ഒരു വ്യക്തിപരമായ ഓരോരുത്തരുടെ തീരുമാനങ്ങളാണ്, അമ്മ എന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് പറയും. പക്ഷേ ഞാൻ എത്ര ചീത്ത കേട്ടാലും ഞാൻ ഇവരോട് പ്രാർത്ഥന എനിക്ക് വലിയ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് എനിക്കിവർ എത്ര ചീത്ത പറഞ്ഞാലും എനിക്കതിലൊരു വിഷമം തോന്നാറില്ല. പക്ഷേ ഇന്ന് അൾത്താരയിൽ നിൽക്കണ എൻ്റെ 2 മക്കളും ദൈവത്തിനെയും അമ്മ മാതാവിനെയും അറിഞ്ഞ് അവർ ദൈവത്തിലേക്കായി ഒരമ്മയെന്ന നിലക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാനതിനെ കാണുന്നു. അതേപോലെ തന്നെ എൻ്റെ 2ാമത്തെ മകള് കേരള സ്പോർട്സിൽ റോവിങ് എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ചെയ്യണ വ്യക്തിയാണ്. അവൾക്ക് പൂനെയിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ മോൾ ഉടമ്പടി എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഉടമ്പടിയുടെ ബലത്തിലും എൻ്റെ പ്രാർത്ഥനയുടെ ബലത്തിലും അവൾ ആ കോമ്പറ്റീഷന് പോണേണ്. ശരിക്കും പറഞ്ഞാൽ ട്രെയിനിലുള്ള ദീർഘദൂര യാത്ര, മാറി വരുന്ന ക്ലൈമറ്റ്, പിന്നെ ഭക്ഷണങ്ങൾ, ഇത് ഒരുപാട് അവരുടെ ആ സ്പോർട്സിനെ ബാധിക്കാറുണ്ട്. എങ്കിലും ഞാൻ കോമ്പറ്റീഷന് മക്കൾ പോണതിലും കൂടുതൽ ടെൻഷൻ വീട്ടിലിരിക്കണ അമ്മമാരായി ഞങ്ങൾ പാരൻസ് എടുക്കാറുണ്ട്. അപ്പം എനിക്ക് പിന്നെ പള്ളിയിൽ നിന്ന് മാറാൻ നേരം ഉണ്ടാവില്ല. അപ്പം ഞാനിങ്ങനെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കണ സമയത്ത് ബൈബിൾ വായിച്ച് ആരാധന സ്ഥലത്തിരിക്കണ സമയത്ത് ഞാൻ പറഞ്ഞേ, എനിക്കിന്ന് എൻ്റെ മോക്കടെ കോമ്പറ്റീഷൻ നടക്കുന്നതാണ്, എനിക്കിന്ന് ഒരു ഉത്തരം കിട്ടിയേ പറ്റൂ, എനിക്കല്ലാണ്ട് പോയി എനിക്ക് സ്വസ്ഥത ഉണ്ടാവില്ല ഈശോയെ, എനിക്ക് നീ ഉത്തരവെന്ന് പറഞ്ഞ്. അങ്ങനെ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടണതാണ് ജ്ഞാനം 5:21. വിദ്യുച്ചരങ്ങൾ നന്നായി കുലച്ച മേഘവില്ലിൽ നിന്ന പോലെയും ലക്ഷ്യത്തിലേക്ക് ഊക്കോടെ കുതിച്ചു വായുവെന്ന്. ഞാൻ ഉടനെ എനിക്ക് മനസ്സിലായി എൻ്റെ മോളുടെ വിജയം ഇന്ന് ഉറപ്പാണെന്ന്. ഞാൻ പ്രാർത്ഥിക്കാനാ അവിടെ നിൽക്കാണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്ന് ഹസ്ബൻഡിനെയും മൂത്ത മോളെയൊക്കെ വിളിച്ച് പറഞ്ഞ്, അന്നൊക്കെ ഉറപ്പാണ് സാറൊക്കെ ഇന്ന് ഉറപ്പാണ് കേട്ടോ മെഡൽ കിട്ടുമെന്ന്. അതേപോലെ തന്നെ കിട്ടി. അതേപോലെ തന്നെയാണ് ഈ 2ാമത്തെ കോമ്പറ്റീഷനും ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ബൈബിൾ തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സുഭാഷിതങ്ങൾ 21:31, യുദ്ധത്തിന് വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു, എങ്കിലും വിജയം നൽകുന്നത് കർത്താവാണ്. സത്യമല്ലേ? അപ്പം ഞാനോർത്ത് ദൈവം അവിടെ ഒരുക്കി കഴിഞ്ഞ് എൻ്റെ കൊച്ചിനാ. എനിക്കപ്പോൾ ഒരു ടെൻഷനും തോന്നിയില്ല. അങ്ങനെ 2ാമത്തെ മകൾക്കും നാഷണൽ ലെവലിലാണ്, ഒരു ഡിസ്ട്രിക്റ്റാ അല്ലെങ്കിൽ സ്റ്റേറ്റാ അല്ല. അപ്പോൾ നമുക്ക് അത് ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റാണ്. അങ്ങനെ എൻ്റെ മകൾക്ക് 2 മെഡലും കിട്ടി. ശേഷം എൻ്റെ മകൾ പറയുന്നതായിരിക്കും. എൻ്റെ പേര് സാറ. ഞാൻ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിലെ വിദ്യാർത്ഥിയായിരുന്നു.
2024 ഡിസംബർ 5 തൊട്ട് ഉള്ള പൂനെയിൽ വെച്ച് നടന്ന കോമ്പറ്റീഷനിലാണ് അമ്മ മാതാവ് എനിക്ക് എൻ്റെ 2ാമത്തെ മെഡൽ തന്ന് അനുഗ്രഹിച്ചത്. എൻ്റെ ആദ്യത്തെ മെഡലിൻ്റെ സാക്ഷ്യം എൻ്റെ അമ്മ ഓൾറെഡി പറഞ്ഞായിരുന്നു. 2ാമത്തെ കോമ്പറ്റീഷൻ എനിക്ക് വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. കാരണം ഞാൻ ചെയ്യുന്ന ബോട്ടിൽ 4 പേരാണുള്ളത്. അപ്പം ഞങ്ങൾ തുഴയേണ്ടത് പുറകോട്ടാണ്. നോർമൽ ഒരു ബോട്ട് തുഴയുന്നത് ഫ്രണ്ടോട്ടാണെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന സ്പോർട്സിൽ ബോട്ട് തുഴയേണ്ടത് പുറകോട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ബോട്ടിനാണെങ്കിൽ ഭയങ്കര വെട്ടലായിരുന്നു. നേരെ ഒരിക്കലും പോകത്തില്ല, എപ്പോഴും ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ റേസിന് ബോട്ട് വെട്ടിക്കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ആവും. 2000 മീറ്ററാണ് റേസ്, അതായത് 2 കിലോമീറ്റർ. റേസ് സ്റ്റാർട്ടായി കഴിഞ്ഞ് ബോട്ട് നോർമൽ പോലെ നേരെ പോയി. ബോട്ട് നേരെ പോയി കഴിഞ്ഞ് ഒരു ലാസ്റ്റ് 500 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ബോട്ട് കംപ്ലീറ്റ് വെട്ടി. അപ്പോഴത്തേക്കും അമ്മ മാതാവിൻ്റെ ഇടപെടൽ സംഭവിച്ചു. സാധാരണ ഇങ്ങനെ ബോട്ട് വെട്ടിയാൽ ഞങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ടതിന് പകരം അമ്പയർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ട്രാക്കിലോട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് റേസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പം തന്നെ ഞങ്ങളുടെ ബോട്ട് ട്രാക്കിലോട്ടിട്ട് റേസ് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ലാസ്റ്റ് 500 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പെട്ടെന്ന് തീരും. ഞങ്ങൾ 2ാം സ്ഥാനത്ത് കിടന്ന് ഞങ്ങൾ 4ാം സ്ഥാനത്തായി. മെഡൽ കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ റേസ് അടിച്ച് 500 പിന്നെയും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ മാതാവ് തിരിച്ച് ആ മെഡൽ ഞങ്ങൾക്ക് തന്ന് സഹായിച്ചു. റേസ് അടിക്കുന്നതിന് മുമ്പ് ഞാൻ പെഡലിൽ കൃപാസനം ഉപ്പും എൻ്റെ നെറ്റിയിൽ കുരിശടയാളം വരച്ചായിരുന്നു. അതുപോലെ തന്നെ ഒരു തുള്ളി ഉപ്പ് എൻ്റെ നാവിലിട്ടായിരുന്നു. അതുപോലെ തന്നെ കൃപാസനം എണ്ണയും എൻ്റെ തലയിലും എൻ്റെ കൂടെ ചെയ്യുന്നവരുടെ തലയിലും ഞാൻ പുരട്ടി കൊടുക്കുമായിരുന്നു, കുരിശടയാളം വരച്ച് കൊടുക്കുമായിരുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. 2ാമത്തേത് 2025 ഏപ്രിൽ ആലപ്പുഴയിൽ വെച്ച് നടന്ന ഇൻഡോർ റോവിങ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് ബ്രോൺസ് മെഡൽ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ആ കോമ്പറ്റീഷനും എനിക്കാണെങ്കിൽ വളരെ ടെൻഷനും പെട്ടെന്ന് ദേഷ്യം വരൽ, പാനിക്കാവുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോവും. അപ്പോഴത്തേക്കും റേസ് കംപ്ലീറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോവും. ഇൻഡോർ റോവിങ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കരയിൽ നിന്ന് തുഴയുന്നതാണ്. അതായത് ഒരു മെഷീനുണ്ട്, ആ മെഷീനിൽ നമ്മൾ 2 കിലോമീറ്റർ തുഴയണം, നോർമൽ റേസ് പോലെ തന്നെ. അങ്ങനെ ഞാൻ തുഴഞ്ഞ് റേസ് സ്റ്റാർട്ടാവുന്നതിന് മുമ്പ് എനിക്കൊരു പ്രശ്നം പറ്റി. എൻ്റെ RFI കാർഡ് ഞാൻ മറന്നു. RFI കാർഡില്ലെങ്കിൽ എനിക്ക് റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. RFI കാർഡ് ഞാൻ ഞങ്ങളുടെ ജിമ്മിൽ വെച്ച് മറന്നു. അങ്ങനെ ഞാൻ റേസ് സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പ് RFI കാർഡ് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ കയ്യിലില്ല. ആകെ എനിക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് പോയി RFI കാർഡ് എടുത്ത് വന്നപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ഞാൻ കൃപാസന ഉപ്പ് ഇട്ടായിരുന്നു. ഉപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് പെഡലിൽ ഉപ്പ് തേക്കാൻ പറ്റിയില്ല. ഞാൻ ആകെ കുഴഞ്ഞിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ഉപ്പെടുക്കാൻ ടൈമില്ല. പക്ഷേ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞ് എന്നെ പൂർണ്ണമായിട്ട് അമ്മക്ക് തരണേണ്, എനിക്കിനി ഉപ്പ് തേക്കാൻ പറ്റത്തില്ല, എൻ്റെ കൂടെ അടിച്ചോളണം. എനിക്ക് എൻ്റെ ശക്തി കൊണ്ട് അടിച്ച് മെഡൽ കിട്ടൂലെന്ന് നല്ല ഉറപ്പായിരുന്നു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ 2ാമത്തെ മെഡലും അമ്മ തന്ന് അനുഗ്രഹിച്ചത്. ആ റേസിൽ എനിക്ക് ബ്രോൺസ് മെഡൽ തന്ന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു. ഈ 2 അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മ മാതാവിനോട് 1000 നന്ദി പറയുന്നു. ഞാൻ അതിനുശേഷമാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി ഫെബ്രുവരി 13, 2026 വന്നെടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചു. എനിക്കാണെങ്കിൽ പള്ളി പോകും, പക്ഷേ എനിക്ക് മര്യാദക്ക് കുർബാന കൂടാനോ ശ്രദ്ധ കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. കുർബാന കൂടും, തിരിച്ചു വരും, അത്രയേ ഉള്ളൂ. പിന്നെ മൊബൈലിൽ ഞാൻ ഭയങ്കര അഡിക്റ്റായിരുന്നു. ഒരു സെക്കൻഡ് കിട്ടിയ ആ ടൈം എനിക്ക് മൊബൈലിൽ നോക്കണം. പഠിക്കുകയൊന്നുമില്ലായിരുന്നു. ഭയങ്കര മടി, കുമ്പസാരമൊന്നുമില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയിൽ സജീവമായി. ദിവസം തോറും ദിവ്യബലികളിൽ പങ്കെടുക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ മടി കംപ്ലീറ്റായിട്ട് അമ്മ മാതാവ് മാറ്റിത്തന്നു. ഈ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഒരുപാട് അമ്മ മാതാവിനോട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും വീടുകൾ കയറി പത്രം കൊടുക്കും. ചില ആൾക്കാർ വേണ്ടെന്ന് പറയും, പക്ഷെ എന്നാലും ഞാൻ കൊടുക്കും, നിർബന്ധിപ്പിച്ചൊക്കെ കൊടുക്കും. പിന്നെ കുറേ പേര് വേണ്ട എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാവർക്കും അറിയാൻ പറ്റും. അതായത് നമ്മളൊരുമാതിരി നോട്ടവും
അവരുടെ ഓരോ മുഖഭാവങ്ങളും മാറും. പക്ഷെ എന്നാലും ഞാനതൊക്കെ സഹിച്ച് അമ്മ മാതാവിന് വേണ്ടി ഞാനതൊക്കെ സഹിച്ച് പത്രം വേറെ വീടുകളിലും വേണ്ടാത്തവർക്ക് ഞാൻ കൊടുക്കില്ല. കാരണം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കില്ലെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ അവർക്ക് കൊടുക്കില്ല. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ എറണാകുളം ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. എനിക്ക് ഈ 2 അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് അന്ന. ഞാൻ 2024 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ എനിക്ക് ആദ്യത്തെ ഉടമ്പടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാനത് ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജർമ്മൻ എക്സാമും ജർമ്മൻ ക്ലാസ്സും ഒക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആയി. ജർമ്മൻ എക്സാമൊക്കെ എഴുതി. ജർമ്മൻ എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് ഓട്ടോമാറ്റിക്കലി വന്നു. ഞാൻ ആഗ്രഹിച്ചത് കിട്ടി. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ രണ്ടാമത് ഉടമ്പടി എടുക്കാനോ ഒന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് അമ്മ എൻ്റെ അടുത്ത് കുറച്ച് പ്രഷർ ചെയ്തപ്പോൾ പിന്നെ ഞാൻ ഒന്നും കൂടെ രണ്ടാമത് ഉടമ്പടി എടുത്തു. ഈ ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഒരു 2 days 3 days ഒക്കെ പിന്നെയും രാവിലെ എണീക്കുമായിരുന്നു. പിന്നെ എനിക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ആ ഉടമ്പടിയും ബ്രേക്ക് ചെയ്തു. ഈ സമയത്താണ് എൻ്റെ അമ്മ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോൻ ജർമ്മനിയിൽ അച്ഛനാണെന്ന് പറഞ്ഞ് അവിടെ ഹോസ്പിറ്റലിൽ നഴ്സിങ്ങിന് വേക്കൻസി ഉണ്ട്, അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വന്നു. പക്ഷേ ഈ സമയത്ത് ഒരു 500+ സ്റ്റുഡൻസ് ഉണ്ട്. ഇതിൽ എൻ്റെ ലാംഗ്വേജിൽ എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അമ്മ പറഞ്ഞതുകൊണ്ടും പിന്നെ ആൻറ്റീനെ എനിക്ക് അറിയാവുന്നതുകൊണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. അവരാകെ 25 സ്റ്റുഡൻസിനെ എടുത്തുള്ളൂ. അതിൽ എനിക്ക് ഒരു പാർട്ടാകാൻ പറ്റി. അതും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. ഒരു 1 year പ്രോസസ്സായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് മൊത്തം ബ്ലാങ്കായി നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് കൊന്ത ചൊല്ലി നോക്ക്, അപ്പോൾ ഇന്ന് എന്തായാലും ഒരു അത്ഭുതം നടക്കുമെന്ന്. ഞാനങ്ങനെ അമ്മ പറയുന്നത് ഞാനങ്ങനെ നിരസിക്കാറില്ല. അതുകൊണ്ട് ഞാൻ കൊന്ത ചൊല്ലി രാവിലെയാണ് ചൊല്ലിയത്. വൈകിട്ട് തന്നെ എനിക്ക് മെയിൽ അയച്ചു, ഞാൻ കോൺട്രാക്റ്റ് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ്. കോൺട്രാക്റ്റ് കയ്യിൽ കിട്ടി. വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. ഫസ്റ്റ് വിസ റിജക്ഷൻ ആയിരുന്നു. എന്നോടൊരു സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു എക്സ്ട്രാ സർട്ടിഫിക്കറ്റ്. അപ്പോൾ യൂഷ്വലി എൻ്റെ ഹോസ്പിറ്റൽ എനിക്കൊരു എമൗണ്ട് പ്രൊവൈഡ് ചെയ്യും. ആ എമൗണ്ടിൻ്റെ 5 പൈസ പോലും അവർ കൂട്ടി ചോദിക്കുക തരില്ല, കാരണം അവരുടെ റൂൾസ് അങ്ങനെയാണ്. പക്ഷേ എൻ്റെ വിസ റിജക്ഷൻ്റെ ഫസ്റ്റ് റീസൺ എൻ്റെ ഈ എമൗണ്ട് സഫീഷ്യൻ്റ് അല്ല, ഇതിൽ നിന്ന് ഒരു 25 euros കൂടെ കൂടുതൽ വേണമെന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി ടെൻഷനായി, കാരണം എനിക്ക് ജർമ്മൻ റൂൾസ് നന്നായിട്ട് അറിയാം. എൻ്റെ ലൈഫിലും എൻ്റെ പരിചയത്തിൽ ആർക്കും ഈ എമൗണ്ട് കൂട്ടിക്കൊടുക്കാറില്ല. അവരെന്ത് എമൗണ്ടാണോ കോൺട്രാക്റ്റിൽ തരുന്നത് ആ എമൗണ്ട് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ എൻ്റെ എമൗണ്ടിൽ ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷേ എന്നാൽ പോലും എൻ്റെ ജർമ്മൻ എംബസി അത് റിജക്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ഈ ഒരു മെയിൽ എൻ്റെ ഹോസ്പിറ്റലിന് അയച്ചു. ഞാൻ എന്നിട്ട് ഒരു ദിവസം തന്നെ ഞാൻ സന്തോഷകരം, ദുഃഖകരം, മഹിമ, പ്രകാശത്തിൻ്റെ 4 കൊന്തകൾ ഞാൻ എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. പിന്നെ ഏഷ്യ 45:2-3 ഇത് ഞാൻ 33 തവണ 33 പ്രാവശ്യം ചൊല്ലാമെന്ന് പറഞ്ഞു ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് എല്ലാ ദിവസവും ചൊല്ലും. പിന്നെ ബൈബിൾ വായിക്കും, കൊന്ത മുടക്കാറില്ല. കുടുംബ പ്രാർത്ഥന വേറെ, പേഴ്സണൽ പ്രേയേഴ്സ് ഉണ്ട്, കുർബാന മുടക്കാറില്ല. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും ഞാൻ ചൊല്ലുമായിരുന്നു. അങ്ങനെ 2 daysനുള്ളിൽ എൻ്റെ ജർമ്മനിയിൽ നിന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു, ഞങ്ങൾ ഓക്കെ ആണ് എമൗണ്ട് കൂട്ടിത്തരാൻ, അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ കോൺട്രാക്റ്റ് കിട്ടി. രണ്ടാമത് വിസക്ക് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെയും ആ വിസ റിജക്റ്റഡ് ആയി. കാരണം എൻ്റെ ഇൻകമിൻ്റെ സഫീഷ്യൻ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പ്രൂഫ് വേണം. ജസ്റ്റ് ഒരു എനിക്ക് മന്ത്ലി എമൗണ്ട് അല്ല വേണ്ടത്, എൻ്റെ ഇൻകം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സഫീഷ്യൻറ്റ് പ്രൂഫ്. അതായത് എനിക്ക് അക്കോമഡേഷൻ ഫ്രീ ആണ്, പക്ഷെ എന്നാൽ പോലും അതിൻ്റെ പ്രൂഫ് കാണിക്കണം എന്ന് പറഞ്ഞു. ഞാനിത് പിന്നെയും എൻ്റെ മെയിൽ അയച്ചു. യൂഷ്വലി ജർമ്മൻസിന് അങ്ങനെ എപ്പോഴെപ്പോഴും മെയിൽ അയക്കുന്നതൊന്നും ഇഷ്ടമല്ല. അവർ ഫ്രണ്ട്ലി ആണ്, പക്ഷെ എന്നാലും അവർക്ക് അധികം മെയിലിനോട് താല്പര്യമില്ല. പക്ഷെ എന്നാലും ഞാൻ പ്രാർത്ഥിച്ച് മെയിൽ അയച്ചു. 2 daysനുള്ളിൽ എനിക്ക് അതും തന്നു. അങ്ങനെ ഞാൻ 3ാമത്തെ തവണ വിസക്ക് വെച്ച് തലേ ദിവസമാണ് ഞാൻ ഇവിടെ 3ാമത് ഉടമ്പടി പുതുക്കുന്നത്. ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ പ്രാർത്ഥനകളും ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് 2 പ്രാവശ്യം വിസ റിജക്റ്റഡ് ആയ എനിക്ക് 3ാമത് ഞാൻ ഉടമ്പടി വെച്ചിട്ട്
7 ദിവസത്തിനുള്ളിൽ എനിക്ക് മാതാവ് എൻ്റെ വിസ തന്നു. അതും ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം 2 ആഴ്ചക്കുള്ളിലാണ് യൂഷ്വലി വിസ പ്രോസസ്സിങ് നടക്കുന്നത്. അതിന് മുമ്പ് ഒരിക്കലും തരില്ല. കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു ഡേറ്റ് 19th ആയിരുന്നു. ആ ഡേറ്റിൽ എനിക്ക് വിസ ഡിസ്പാച്ചായി എന്നുള്ളൊരു മെസ്സേജ് വന്നാൽ മതി, വേറെ വിസ വേണ്ട, പാസ്പോർട്ട് വേണ്ട. പക്ഷേ മാതാവ് എനിക്ക് 19th പാസ്പോർട്ടും അതിൽ വിസയും തന്നു. ഞാൻ ഈ മാസം മാർച്ചിൽ തന്നെ ജർമ്മനിയിൽ പോണേണ്. അതുപോലെ ഞാൻ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് March 2 എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ March 2 ടിക്കറ്റിൻ്റെ പ്രൈസ് വളരെ ഹൈ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ജർമ്മൻ ഹോസ്പിറ്റലിന് മെയിൽ അയച്ചിട്ട് പറഞ്ഞു ഇന്ന എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് എനിക്ക് March 4 ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അതും എൻ്റെ ഹോസ്പിറ്റലുകാർ ഓക്കെ പറഞ്ഞു. എൻ്റെ ഹോസ്പിറ്റലുകാർ തന്നെയാണ് എന്നെ പിക്ക് ചെയ്യാനും വരുന്നത്. എല്ലാ മാതാവ് എന്നെ അനുഗ്രഹിച്ചു, ഒരു തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല. 2 മാസത്തിൽ കൂടുതൽ ഞാൻ വിസയ്ക്ക് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ വിസയും കിട്ടി. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പോകേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. ഞാൻ മാതാവ് എനിക്ക് തന്ന ഈ അനുഗ്രഹമായതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ സാധനവും, എൻ്റെ ട്രോളി, പൗച്ച്, വാലറ്റ് എല്ലാം, എൻ്റെ ചെരുപ്പ് ഉൾപ്പെടെ എല്ലാം ഞാൻ സിൽവർ ഗ്രേ കളറാണ് എടുത്തത്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കും. പക്ഷേ എനിക്ക് തുടക്കത്തിൽ ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു. കാരണം ഒബ്വിയസ്ലി അവരെന്തായാലും ഫേസ് വേറെ റിയാക്ഷൻ തരും. പിന്നെ അവരെന്നോട് എന്തെങ്കിലും ഹേർട്ട്ഫുള്ളായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ നാണക്കേട് കാരണം ഞാൻ പറഞ്ഞു ഞാൻ പത്രം കൊടുക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് പരിചയമുള്ളവരൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്കൊരു നാണക്കേടാണ്, ഇതെന്താ പത്രം കൊടുത്ത് നിൽക്കുന്നത്, അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നാണക്കേടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ 3ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനാണ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ എല്ലാ വീടുകളിലും, എല്ലാ ബസ് സ്റ്റാൻഡിലും, ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങി. പിന്നെ എല്ലാ മാസത്തിലൊരിക്കൽ ഹോസ്പിറ്റലിൽ, ക്യാൻസർ വാർഡിൽ ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ കുർബാനകളൊന്നും മുടക്കാറില്ല, എല്ലാ ആഴ്ചയും കുമ്പസാരിക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എന്നെ സംബന്ധിച്ച് എൻ്റെ ഫസ്റ്റ് സാക്ഷ്യം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ 10th പഠിച്ച, അതൊരു 30 വർഷം പുറകോട്ടുള്ള ഫ്രണ്ട്സാണ്. എൻ്റെ സാക്ഷ്യം കേട്ടിട്ട് ഞങ്ങൾ 6 ഫ്രണ്ട്സ് വീണ്ടും റീജോയിൻ ചെയ്ത്. അതിലൊരു ഫ്രണ്ട് വഴിയാണ് എൻ്റെ മോൾക്ക് ഇപ്പോൾ ജർമ്മനിയിൽ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പം ഞാൻ ഓർക്കനാണ്, നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ഒന്നും നമ്മളുടെ മുന്നിൽ പ്രതീക്ഷകളോ അങ്ങനെ ഒന്നും നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടല്ല, നമ്മുടെ അപ്പോഴുള്ള ആവശ്യങ്ങൾ, ഭാവിയിൽ ഇന്നതൊന്നും ചെയ്തു തരുമെന്ന് അങ്ങനെ നമുക്കൊരു കാഴ്ചപ്പാടുകളൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഇവളെന്നോട് ചോദിച്ച്, ഒരു അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ പ്രെയർ കഴിഞ്ഞപ്പോൾ തന്നെ ഇവൾ വിളിച്ചിട്ട് എന്നോട് ചോദിച്ച് നിൻ്റെ മോൾക്ക് ജർമ്മനി പോകാൻ താല്പര്യം ഉണ്ടാകുന്ന ചോദിച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്താ ഇങ്ങനെ ചോദിക്കണം? കാരണം അവൾ B2 ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏജൻസി വഴി പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കണേണെന്ന് പറഞ്ഞ്. ഉടനെ തന്നെ ഇവളെന്നോട് പറഞ്ഞ് ഒരിക്കലും വല്ല ചീറ്റിങ്ങൊക്കെ ആയിരിക്കും, പിന്നെ എത്ര ലക്ഷം രൂപ കൊടുക്കണം, നീ അതിനൊന്നും നിൽക്കണ്ട, എൻ്റെ ചേച്ചിയുടെ മോൻ ജർമ്മനിയിലെ അച്ഛനാണ്, ഞാനൊന്ന് സംസാരിക്കട്ടെ, കോൺവെൻറ്റ് വഴി കുട്ടികളെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം, ഞാനങ്ങനെ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇവളത് പറഞ്ഞു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇതേപോലെ ഒരു ചൊവ്വാഴ്ച അച്ഛൻ്റെ പ്രെയർ കഴിഞ്ഞപ്പോൾ ഇവൾ വീണ്ടും വിളിച്ചിട്ട് എന്നോട് പറയാനാണ്, നീ ഉടനെ തന്നെ എന്നെ കോൺവെൻറ്റിൽ കൊണ്ടേ കൊച്ചിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാമെന്ന് പറഞ്ഞു. ശരിക്കും ഇപ്പം എൻ്റെ മോളിപ്പോൾ മാർച്ചിൽ ജർമ്മനി പോകണത് ടിക്കറ്റിൻ്റെ പൈസയും പിന്നെ അതുകൂടാണ്ട് അവൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അതിനും മാത്രമാണ് ഞങ്ങൾക്ക് ആകെ ക്യാഷ് ചിലവായിരിക്കണം. 1 രൂപ പോലും വേറെ നമുക്ക് ഒരു ഏജൻസിക്ക് ആർക്കും തന്നെ ഒന്നും തന്നെ നമുക്ക് അനാവശ്യമായ ചിലവുകളൊന്നും വന്നില്ല. ഇതും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ഇടപെടലാണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കണം. പിന്നെ ഇപ്പോൾ ഉടമ്പടിക്ക് ഞാൻ 6 നിയോഗങ്ങൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വെക്കാറില്ല. കാരണം ഞങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ കസിൻസ് എല്ലാവരും ഞങ്ങൾ ആത്മീയമായി ഉയരണം, അതാണ് ഞാൻ കൂടുതലും വെക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര 2 വിസ റിജക്ഷൻ വന്നിരിക്കുന്ന സമയത്താണ് ഞാൻ 6 ഉടമ്പടി വെച്ചത്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത്, എനിക്ക് എൻ്റെ മകൾ ജർമ്മനി പോണതിന് 1 രൂപ പോലും എനിക്ക് ചിലവില്ല. അതേസമയം പാവങ്ങൾ ലോണെടുത്തും പിന്നെ ഏജൻസികളാൽ പറ്റിക്കപ്പെട്ടും ഒത്തിരി മക്കൾ
വിസക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അമ്മ മാതാവേ, നീ അവരുടെ കാര്യം സാധിച്ചു കൊടുക്കാനാണ്. എൻ്റെ കൊച്ചിൻ്റെ നിയോഗം ഞാൻ അവിടെ എനിക്ക് വെക്കാൻ തോന്നിയില്ല. അമ്മ എന്നോട് അങ്ങനെ തോന്നിച്ച് ഞാൻ അങ്ങനെ എഴുതി. അതേപോലെ തന്നെ ഇളയ മോളുടെ വിജയത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾക്കും ഞാൻ നേരത്തെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ഞാൻ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരത്തെ എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നതാണ്, നീ നിൻ്റെ മോളുടെ വിജയത്തിന് വേണ്ടി സന്തോഷിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഇതേ പ്രായത്തിലുള്ള മക്കളോർത്ത് കണ്ണീരൊഴുക്കണ അനവധി മക്കൾ ഈ ആലയത്തിലും അതേപോലെ നിൻ്റെ ചുറ്റുവട്ടത്തും ഈ പരിസരത്ത് വെക്കേണ്ട ഇന്നത്തെ യുവജനങ്ങൾ മുഖാന്തരം വിഷമിക്കണം. നീ അവർക്ക് വേണ്ടി എഴുതെന്ന് പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, മക്കൾക്ക് രണ്ടുപേർക്കും വെക്കാതെ എൻ്റെ മക്കളുടെ പകരമായിട്ടുള്ള മറ്റു മക്കളുടെ ആവശ്യങ്ങളാണ് ഞാൻ വെച്ചത്. ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലും ഒരിക്കലും എനിക്കിനി എൻ്റെ സ്വന്തമായിട്ടൊരു ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഏറ്റവും വലിയ ഞാനൊരു ധ്യാനം കൂടിയപ്പം അന്ന് അവിടുത്തെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് വാടക തന്നേക്കണേണ് നിങ്ങളുടെ മക്കളെ എന്നാണ് പറയണം. കാരണം ഈ മക്കളെ നിങ്ങൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് തന്നേണ ഗിഫ്റ്റാണ്, നിങ്ങളുടെ സ്വന്തമല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് വലിയൊരു കാര്യമാണെന്ന്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ മക്കളെ വെക്കം തന്നെ ഉടമ്പടി എടുത്ത് രണ്ടുപേരും ഉടമ്പടിയിലായപ്പോൾ ശരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം ഞാൻ അനുഭവിക്കുന്നത് ഇതാണ്. ഒരിക്കലും എൻ്റെ മോൾ ജർമ്മനിയിൽ പോയി ലക്ഷങ്ങൾ സമ്പാദിക്കണതാ, എൻ്റെ ഇളയ മോളുടെ ഭാവി എന്താകുമെന്നാ. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇനി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പൂർണ്ണമായ ജീവിതം ഈശോയ്ക്കും അമ്മ മാതാവിനും സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.